ഇനി നമ്മൾ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരാളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞങ്ങൾ കുറച്ച് പന്നിയിറച്ചി വാങ്ങിയിട്ടുണ്ട്. അപ്പം അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പം ഞങ്ങൾ എങ്ങനെയാണ് പന്നിയിറച്ചി ഫ്രൈ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മളിവിടെ പന്നി കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പന്നി. 1.5 കിലോ ഉണ്ട് കേട്ടോ. 1.5 കിലോ പന്നിയാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മള് പോർക്കിലേക്കുള്ള മസാലയാണ്, മസാലപ്പൊടിയാണ്. മഞ്ഞള്, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുത്തതാണ്. അപ്പൊ ഇനി നമ്മൾ ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പോർക്കിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വറുത്ത് വെച്ച മസാലപ്പൊടി നേരെ പോർക്കിലേക്ക് തട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് വെക്കുന്നുണ്ട്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി ഉള്ളി, തക്കാളി, അതുപോലെ തന്നെ നമ്മളിവിടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ കൂടി ചതച്ച് വെച്ചതുണ്ട്. പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഈ മസാല പുരട്ടി വെച്ച, അതായത് വറുത്ത മസാല പുരട്ടി വെച്ചത് അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളകും കൂടിയുള്ള പേസ്റ്റ് അമ്മ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനി പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. തക്കാളിയും കൂടി ആഡ് ചെയ്ത് അതും ഒന്ന് വാടി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉള്ളിയാണ്. ഉള്ളി സ്ലൈസായിട്ട് അരിഞ്ഞതാണ്. അത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി അമ്മ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിവിടെ മസാലയൊക്കെ പുരട്ടി വെച്ച് നമ്മളുടെ പോർക്കിനെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മളുടെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ തക്കാളിയൊക്കെ കൂടി വഴറ്റി വെച്ചതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിൽ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കൊടംപുളീൻ്റെ കഷ്ണമാണ് കേട്ടോ. അപ്പോൾ ഇതെന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ നെയ്യുള്ള പന്നിയാണെന്നുണ്ടെങ്കിൽ ആ നെയ്യൊക്കെ ഒന്ന് അലിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണ്
അപ്പോൾ അധികം നെയ്യ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഭയങ്കര പുളിപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു കഷ്ണം മാത്രമേ. ശേഷം കുക്കർ നമ്മൾ അടച്ചു വെക്കുന്നു. പിന്നെ 6 വിസിലിന് ശേഷം മാത്രമേ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റൂ. 6 വിസിൽ കഴിഞ്ഞിട്ടല്ല, 6 വിസിലും കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട്. അപ്പം നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. എല്ലാം മസാലകളെല്ലാം കൂടി ചേർത്ത്, അതുപോലെ തന്നെ ഉള്ളി, പിന്നെ തക്കാളി എല്ലാം വഴറ്റി അതിനകത്തേക്കാണ് നമ്മൾ പോർക്ക് ഇട്ട് കൊടുത്തത്, അതായത് പന്നിയിറച്ചി ഇട്ട് കൊടുത്തത്. ഇനി അത് 5-6 വിസിലിനുള്ളിലേ ആവുള്ളൂ. അപ്പം അതിനു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരാളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എപ്പോഴാണ് ഈ പന്നി ഫ്രൈ ചെയ്ത് കിട്ടുക? നമ്മുടെ പന്നിക്കുട്ടൻ ഇവിടെ റെഡിയാണ്. പന്നി ഫ്രൈ ഇവിടെ റെഡിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പന്നി ഫ്രൈ. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള പന്നി ഫ്രൈ ആണ് കേട്ടോ. അതെ അതെ, ഞാൻ പറയുന്ന പോലെ തന്നെ. അപ്പൊ ഞങ്ങൾ 6 വിസിലാണ് എടുത്തത്. 6 വിസിൽ അടിച്ചതിന് ശേഷം ഓഫ് ചെയ്തിട്ട് ഞങ്ങള് നേരെ എന്താ പറയാ മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് തുറക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒച്ചപ്പാട് ഉണ്ടാക്കുകയാണ് ഇവിടെ ബാക്കില്. മനുഷ്യന് സ്വൈര്യം തരുന്നില്ല പറയാന്. അപ്പൊ എന്റെ ശബ്ദത്തിനും മാറ്റുണ്ട്, കാരണം ശബ്ദമൊക്കെ പോയി കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ 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 പറഞ്ഞ ഉമ്മ അറിയുമ്മ. ഓക്കെ ബൈ.